കമ്പനി സർവീസ് എല്ലാം പ്രോപ്പർ ആണോ? ഓ എല്ലാം കറക്റ്റ് സർവീസ്. നിങ്ങളുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ 2 വർഷത്തെ വാറണ്ടി നമ്മൾ എല്ലാം ഉണ്ട്. നല്ലൊരു ടിയാഗോ. വേറെ ഒരു വണ്ടിയും കിട്ടില്ല ഈ റേഞ്ചിൽ. അതാണ് പറഞ്ഞത്, നല്ലൊരു വണ്ടി. 800cc വണ്ടി വേറെ ഒന്നും കിട്ടത്തില്ല. ആൾട്ടോ എടുക്കാൻ നോക്കിയാലും കിട്ടില്ല. 2015 പെട്രോൾ ഡീസലോ? 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഇറങ്ങാൻ വേണ്ടി. സിംഗിൾ ഓക്കെ. സിംഗിൾ സെക്കൻഡ് ഓണർ, അതായത് സിംഗിൾ പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു വീട്ടിൽ നിന്ന് വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്ത റിനോ ക്വിഡ് ആണ്. KL 18 രജിസ്ട്രേഷൻ, 1000cc വരുന്ന വാഹനമാണ്. ന്യൂ ഷേപ്പാണ്. 2021 മോഡൽ 38,000 കിലോമീറ്റർ ഓടിയത്. റെഡിഗോ, ഹോണ്ട, അമേസ്, സ്വിഫ്റ്റ്, ഡിസയർ, i20, ടിയാഗോ തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് കണ്ണൂർ കാർ ആൻഡ് ബൈക്കിലാണ്. ഫലയിൽ സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ 2 വർഷം വരെ വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ്, ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഷോറൂമാണ് കാർ ആൻഡ് ബൈക്ക് അല്ലേ? അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ തോട്ടടയാണ്. SM കോളേജിൻ്റെ അടുത്ത്. അതാണ് കറക്റ്റ് ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കസ്റ്റമർക്ക് ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു സാധനം. അത് അത്രേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വാഹനം വിൽക്കുകയും ചെയ്യാം. അതെ, മാക്സിമം നല്ലൊരു റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, വിൽക്കാനും വാങ്ങാനും ഒക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സ്ഥലമാണ്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അത് ഫോളോ ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആ വാട്സപ്പ് ചാനലിൽ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നു വരുത്. നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ടിയാഗോ എന്നങ്ങ് തുടങ്ങാം. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാട്ടെ. ടാറ്റ KL 57 രജിസ്ട്രേഷൻ ടിയാഗോ ആണ്. 2019 മോഡൽ 54,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് അല്ല? ഏതാ ഓപ്ഷൻ? ഏതാ ഓപ്ഷൻ? എക്സെറ്റ് വരുന്നത്. എക്സെറ്റ് എ ആണോ? എക്സെറ്റ് അല്ലേ? ഓക്കെ, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. എക്സെറ്റ് പ്ലസ് ആണ് മുകളിൽ വരിക. 2019 സിംഗിൾ ഓണർഷിപ്പ് എക്സെറ്റ് ടിയാഗോ ആണ്. എത്ര ഓട്ടോ ഓടി? 54,000 കിലോമീറ്റർ. 4,000. ഓക്കെ, 54,000 ഓടിയ വാഹനമാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്ലസ് ആയിട്ട് എന്താ കാര്യമായിട്ട് മാറ്റം വരുന്നത്? കൺട്രോൾ AC, പിന്നെ സ്ക്രീനിൽ ഡിസ്പ്ലേ മാറ്റുണ്ട്. ഓക്കെ, അതേ മാറ്റുള്ളൂ. അലോയ് 20 വരുള്ളല്ലോ? അലോയ് വരുന്നില്ല. അലോയ് ഉണ്ടാവും മറ്റേല്. ആ 3 വ്യത്യാസങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുള്ള. ടയർസിന്റെ അവസ്ഥ? ടയർ നല്ല ടയറുണ്ട്. നല്ല ടയറൊന്നുമില്ല, ഓടിയ ടയറോ? ഏവറേജ് ടയേഴ്സ് ആണ്. ഓക്കെ, ഓട്ടത്തിലുള്ള ടയേഴ്സ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4,78 കൊടുക്കാം. 4,78,000. വില എങ്ങനെ ഒന്നും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം. ചെയ്യാം. ഈ ഒരു കണ്ടീഷനിലാണോ കൊടുക്കുക? അതല്ല, വണ്ടി ഫുൾ നീറ്റാക്കി പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടല്ല കൊടുക്കുക? അതുപോലെ ഒരു കോംപ്രമൈസും ഇല്ല. വണ്ടി വണ്ടി അത്രേ ഉള്ളൂ. 2 ഇയർ വാറണ്ടി ഉണ്ടാവുമല്ലോ? അതെ, വാറണ്ടി RS എല്ലാം ലഭിക്കുന്നുണ്ട്. 2019 എക്സെഡ് ടിയാഗോ ആണ്. 54,000 കിലോമീറ്റർ ഓടിയ വാഹനം, സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം. 4,78,000 ആസ്കിങ്. നമുക്കൊരു 4 ലക്ഷം വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. മേലെ ചെയ്യാം. നമുക്ക് നോക്കിയിട്ട് 19 വണ്ടിയല്ലേ, നോക്കിയിട്ട് ചെയ്യാം. നല്ല പ്രൊഫൈലാണെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഒരു 4 വർഷം കൊണ്ടാണ് ഈ ഒരു ഓട്ടം. വലിയൊരു ഓട്ടം കൂടുതലില്ല, ചെറിയൊരു ഇത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരുടെ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് നല്ലൊരു പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമാണ്. KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനുള്ള ഹ്യുണ്ടായി i20 ആണ്. i20 2015 മോഡൽ. ഓക്കെ, എലൈറ്റ് ഷേപ്പ് വരുന്നത്. 2015 നമുക്കിത് മാഗ്നയാണ് ഓപ്ഷൻ വരുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ? ഓക്കെ, ഡ്യുവൽ ടോൺ തന്നെയാണ് വരുന്നത്. ഇത് ഡ്യുവൽ ടോൺ ചെയ്തതാണ്. RC മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയോ? RC ചെക്ക് ചെയ്യണം. ഓക്കെ, 2015 പെട്രോൾ ഡീസലോ? പെട്രോൾ 2015. ഓക്കെ, എത്ര ഓടി? 72,000 കിലോമീറ്റർ ഓടിയ നോർമൽ വണ്ടിയുടെ നോർമൽ ഓട്ടമാണ് പെട്രോൾ. നമ്മളൊരു വണ്ടിയല്ലേ, അതായത് ഒരു വർഷത്തിൽ 10,000 കിലോമീറ്റർ വെച്ച് കൂട്ടിയാൽ പെട്രോൾ വണ്ടീൻ്റെ ഒരു ആവറേജ് ഓട്ടമാണ്. അവരോട്ടം ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇതുവരെ ഒന്നും ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, ആ ഹെഡ്ലൈറ്റിന് ചെറിയൊരു മങ്ങലുണ്ടല്ലോ. പോളിഷ് ചെയ്തെടുക്കാം അല്ല? ഓക്കെ, പറഞ്ഞോളൂ, എത്ര കൊടുക്കാം? നമുക്കിത് 4,58 കൊടുക്കാം. 4,58,000 രൂപയ്ക്ക് 2015 മാഗ്ന i20 78,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഓണർഷിപ്പ് എത്രയുള്ള? സിംഗിൾ തന്നെ അല്ല? ഓക്കെ, ഇതിലും 4 lakhs ലോൺ കിട്ടും അടുപ്പിച്ചിട്ട്? ഇതിന് നമുക്ക് 4 lakh കൊടുക്കാം. ചെയ്യാൻ പറ്റില്ല മാക്സിമം? 4 lakh. പെട്രോൾ തന്നെയാണ്. മൈലേജ് ഷോർട്ടായിരിക്കും. മൈലേജ് 12-15 വരെയൊക്കെ. അതെ, ഓടിക്കുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും 12 മുതൽ 15 വരെ. നമ്മൾ നേരത്തെ കണ്ട ടിയാഗോനാണെങ്കിൽ ഒരു 15 മുതൽ 17 വരെയൊക്കെ കിട്ടും അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു കോമ്പാക്ട് സെഡാനാണ്. സ്വിഫ്റ്റ് ഡിസയർ KL 13 കണ്ണൂർ വണ്ടി. 2018 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് 2018. ഏതാ, ഡീസലോ പെട്രോളോ? പെട്രോൾ. ഏത്? പെട്രോൾ VXI.
മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. ഒരുപാട് ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വാഹനത്തിൽ. നല്ല സീറ്റ് കവറുണ്ട്. ടയേഴ്സ് ഫ്രണ്ട് നല്ലൊരു ടയറാണ്. ഫ്രണ്ട് അടിപൊളിയാണ്. പുറകിൽ ആവറേജ്. ഓക്കെ. എന്തെങ്കിലും ക്ലെയിമോ വർക്കോ വേറെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ബമ്പർ മാറിയതാണ്. ബമ്പർ മാറിയിട്ടുണ്ട്. ബമ്പർ മാറി. വേറെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഓക്കെ. മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ എന്തായാലും പറയേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. അത്യാവശ്യം ബൂട്ട് സ്പേസും പിന്നെ കുറച്ച് ഉള്ളിൽ ഇന്റീരിയർ സ്പേസും ഒക്കെ ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം കംഫർട്ട് തന്നെ യാത്രാസുഖം പറഞ്ഞാണ്. അതിൽ നിങ്ങൾക്കൊരു 17-18 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഓക്കെ. പെട്രോൾ എത്ര കൊടുക്കാം? നമുക്കിത് 5.83 കൊടുക്കാം. ഓട്ടം പറഞ്ഞിരുന്നു നമ്മൾ എത്ര ഓടി? 52,000 കിലോമീറ്റർ. 52,000 2018 VXi ആണ്. 5,83,000 രൂപയ്ക്ക്. വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരെ ചെയ്ത് കൊടുക്കാം. ചെറിയ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നവരെ അല്ല. ഒരു 5 lakhs ലോൺ കേട്ടോ. നമുക്ക് 5 lakh കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഓക്കെ. നല്ലൊരു പെട്രോൾ വാഹനം. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. താല്പര്യം എന്തായാലും കോൺടാക്ട് ചെയ്യാം. വീണ്ടും ടിയാഗോ ആണ്. KL40 എറണാകുളം പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ്. പറഞ്ഞോളൂ. വണ്ടി 2021 മോഡൽ ന്യൂ ഷേപ്പ് വണ്ടി. ന്യൂ ഷേപ്പാണ്. നേരത്തെ കാണിച്ചിരുന്നത് ഓൾഡ് ഷേപ്പാണ്. ഇത് ന്യൂ ഷേപ്പ്. നമുക്ക് ഏതാ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു? XT ആണ്. XZ പ്ലസ് XZ അതിന്റെ താഴെ വരുന്ന ഓപ്ഷൻ XT. ഓക്കെ. 2021 മോഡല് സിംഗിൾ ഓണർ. വെറും 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13,000 മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ക്ലെയിം ഒന്നുമില്ല. കമ്പനി സർവീസ് എല്ലാം പ്രോപ്പർ ആണോ? എല്ലാം കറക്റ്റ് സർവീസ്. നിങ്ങളുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ 2 വർഷത്തെ വാറണ്ടി നമ്മൾ എല്ലാം ഉണ്ട്. നല്ലൊരു ടിയാഗോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15-17 റേഞ്ച് മൈലേജ് കിട്ടുന്നതായിരിക്കും അല്ലേ? ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5.50 കൊടുക്കാം. 5.5 ലക്ഷത്തിന് 2021 13,000 കിലോമീറ്റർ ഓടിയ XT ടിയാഗോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സിംഗിൾ ഓണർഷിപ്പ് തന്നെ എടുക്കാം. വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. നിങ്ങൾക്ക് ഇവരുടെ 200+ ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞിട്ടാണ് മഹീന്ദ്ര ഇവിടെ വാഹനങ്ങൾ എടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ അത്രയും നമുക്ക് ധൈര്യത്തിൽ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഇത് മാക്സിമം ലോൺ കൊടുക്കാം. ചെയ്യാം. ഫുൾ ലോൺ തന്നെ കൊടുക്കാം. നല്ല പ്രൊഫൈലാണ്. ചെയ്യാൻ പറ്റില്ല. ഓക്കെ. വീണ്ടും ഒരു കോമ്പാക്ട് സെഡാനാണ്. ഹോണ്ട അമേസ് KL 58 രജിസ്ട്രേഷൻ വാഹനം. അമേസിന്റെ സെക്കൻഡ് ജനറേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഇറങ്ങാൻ വേണ്ടി. സിംഗിൾ. ഓക്കെ. സിംഗിൾ സെക്കൻഡ് ഓണർ. അതായത് സിംഗിൾ പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു വീട്ടിൽ നിന്ന് അങ്ങനെ മാറിയതാണല്ലേ? ഓക്കെ. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡോക്ടറെ പേര് തന്നെയല്ലേ? ഡോക്ടറെ നമ്മളെ വിട്ടു. ഡോക്ടർ വിട്ടിട്ടുണ്ടെങ്കിൽ കുറേ കാലമായി ഡോക്ടറെ വിട്ടിട്ട്. RC കൊണ്ട് നോക്കിയാൽ ഡോക്ടർ മുമ്പിലുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞോളൂ. എങ്ങനെയാണ് നമുക്ക് കിലോമീറ്റർ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ലോ കിലോമീറ്റർ ആണ്. വളരെ ലോ കിലോമീറ്റർ ആണ്. പെട്രോൾ ഡീസലോ? പെട്രോൾ ഓപ്ഷനാണ് വരുന്നത്. എസ് ആണ് അല്ലേ? മിഡിലാണ് ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് കേട്ടോ. ബേസിൽ തന്നെ ഹോണ്ട ബേസിൽ തന്നെ നല്ല ഫീച്ചേഴ്സ് കൊടുക്കുന്ന വാഹനമാണ് ഹോണ്ട. അലോയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എയർ ബാഗ് ഉണ്ടാവും അല്ലേ? സിംഗിൾ എയർ ബാഗ് വരില്ല. സിംഗിൾ എയർ ബാഗ് ഇല്ല. 16 വരുന്നില്ല. 16 വരുന്നില്ല. 18 മുതലാണ് എയർ ബാഗ്. സോറി. ഇതിന്റെ മുകളിൽ ഓപ്ഷൻ കിട്ടുന്നു 14. ഓക്കെ. അത്രയുള്ള കാര്യങ്ങൾ എത്ര കൊടുക്കാം? നമുക്കിത് 4.80 കൊടുക്കാം. 4,80,000 രൂപയ്ക്ക് 2016 S ഓപ്ഷൻ ഹോണ്ട അമേസ് പെട്രോൾ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആവറേജ് ഒരു 13 മുതൽ 16 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. നമ്മൾ ഡ്രൈവിംഗ് പോലെ ഇരിക്കും. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ലോ കിലോമീറ്റർ ആണ്. അപ്പോൾ എഞ്ചിൻ അങ്ങ് ഓടിക്കോളും. ഹോണ്ട എഞ്ചിനൊക്കെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ലോൺ എത്ര കയറൂല്ലേ? ലോൺ നമുക്കിത് 4 വരെ നോക്കിയിട്ട് ചെയ്യാം. 4 വരെ. നല്ല അടിപൊളി നീറ്റ് വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളി വണ്ടി. അടുത്ത വണ്ടിയിലേക്ക് ഇവനെ എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഹാഷ് ബാക്ക് എന്ന് വിളിക്കണോ, മൈക്രോ SUV എന്ന് വിളിക്കണോ, എന്താ അല്ലേ? മൈക്രോ SUV പറയപ്പെടുന്നത് പൊതുവെ. KL 58 രജിസ്ട്രേഷൻ എക്സ്പ്രസോ ആണ്. പക്ഷേ ഓടിച്ചവർ പറയുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും അതേപോലെ തന്നെ ഓടിക്കാനൊരു ഫീല് പറയുന്നത്. കയറി ഇരിക്കുമ്പോൾ കുറച്ച് ഹൈറ്റിൽ ഇരിക്കുന്ന ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഫീൽ ചെയ്യുന്നു പറഞ്ഞിട്ട്. ഓക്കെ, പറയോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2021 മോഡൽ VXi വരുന്നത്. വെറും 10,000 കിലോമീറ്റർ ഓടിയിരുന്നു. 10,000 കിലോമീറ്റർ ഓടിയിരുന്നു. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളോ? ബോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. ബോണറ്റ് മാത്രം, വേറെ ബമ്പറൊന്നും മാറിയില്ല. ഹിസ്റ്ററി ഉള്ളതാ ബോണറ്റ്. ഓക്കെ, അത് പിന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷൂർ ആകുമ്പോൾ ചിലപ്പോൾ മാറിയതായിരിക്കും. ചെറിയ വീണാലും മാറാൻ ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നും മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ മാറണമെങ്കിൽ ഒന്നിക്കെ ബമ്പറിൽ എന്തെങ്കിലും പണിയെടുക്കണം, അല്ലെങ്കിൽ ഗ്രില്ല് പൊട്ടും, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് പൊട്ടും, അല്ലെങ്കിൽ ഫെൻഡർ പൊട്ടും, എന്തോ അല്ലേ. ഓക്കെ, ബാക്കി നമുക്ക് റേറ്റ് വരുന്നത് എത്ര? ഓപ്ഷൻ VXi
VXi ആണ്. VXi പ്ലസ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. സ്ക്രീൻ ഉണ്ടാവും ഇതിൽ? ഇതിൽ സ്ക്രീൻ വരുന്നില്ല. സ്ക്രീന് വരുന്നില്ല അല്ല. ഓക്കെ. 2021 മോഡൽ. കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും? ഇവരുടെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 വർഷത്തെ വാറണ്ടി ഉണ്ടാവും. പിന്നെ നല്ല മൈലേജും കിട്ടൂല? നല്ല മൈലേജാണ് വണ്ടി. 1 ലിറ്ററല്ലേ വരുന്ന നല്ല മൈലേജാണ്. ഒരു 18-20 ആണെങ്കിൽ നല്ല പാർക്കിംഗ് സ്പേസ് എവിടെ വേണമെങ്കിൽ കൊണ്ടേക്കാം. അതെ, അതാ മെയിൻ. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഉള്ളിൽ. നമ്മൾ വണ്ടി പുറമേ കാണുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട് ഉള്ളിൽ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. എത്ര കൊടുക്കാം പറഞ്ഞോളൂ? ഇത് നമുക്ക് 4,58 കൊടുക്കാം. 4,58,000 രൂപയ്ക്ക് 2021 10,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് VXi എക്സ്പ്രസോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അത്യാവശ്യം മൈക്രോ SUV. അതിൽ തന്നെ 2 വർഷം വാറണ്ടി, RSA എല്ലാം ലഭിക്കുന്നുണ്ട് അല്ലേ? അതെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത റിനോ ക്വിഡ് ആണ്. KL 18 രജിസ്ട്രേഷൻ, 1000 cc വരുന്ന വാഹനമാണ്. ന്യൂ ഷേപ്പാണ്. 2021 മോഡൽ, 38,000 കിലോമീറ്റർ ഓടിയ. കുറച്ചോട്ടം കൊടുത്തുള്ളൂ. ചെറിയൊരോട്ടം. മൈലേജ് ഉള്ളതുകൊണ്ടായിരിക്കും. 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഓട്ടോ ഓടിയ. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ വരുന്ന RXL മിഡിൽ ഓപ്ഷൻ ആണ്. 2 ഡോർ പവർ വിൻഡോ അല്ലേ? 2 ഡോർ പവർ വിൻഡോ, ഒരു എയർ ബാഗ്, ഒരു സിംഗിൾ എയർ ബാഗ്, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് ഉണ്ടാവും. സെൻട്രൽ ലോക്ക് ഉണ്ടാവും. അതാണ് RXL ആണ്. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നു. ടയേഴ്സ് ആ ഒരു ഓട്ടത്തിനുള്ള ടയേഴ്സ് തേഞ്ഞിട്ടുണ്ട്. ആവറേജിലാണുള്ളത്. 38 കറക്റ്റ് ടയറാ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒരു ഡോർ റീപ്ലേസ് ആണ്. ഡോർ ഏത് ഡോർ? ഈ ലെഫ്റ്റ് സൈഡ് ഡോർ മാത്രം. ഗ്ലാസ് ഒന്നും മാറിക്കില്ല. ഫുൾ ഹിസ്റ്ററി ഉണ്ടല്ലോ. ഓക്കെ. വാറണ്ടി വരുന്ന വാഹനമാണ്. 2 വർഷം വാറണ്ടി വരുന്നുണ്ട്. 2021 38,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്, മിഡിൽ ഓപ്ഷൻ, RXL ക്വിഡ് ആണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3,98 കൊടുക്കാം. 3,98,000 രൂപയ്ക്ക് 2021 ക്വിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ല? ഒരു 3.5 ലോൺ കിട്ടും. 3.5 ലോൺ ചെയ്യാൻ പറ്റുമല്ലോ? മാക്സിമം ലോൺ എടുക്കാം. മാക്സിമം കയറുന്നതാണ് ലോണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു വാറണ്ടിയിലൊക്കെ വരുന്ന ഒരു നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാം. മെയിൻ്റെനൻസ് പറഞ്ഞാൽ നല്ല മൈലേജുള്ള വണ്ടി. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു i10 ഗ്രാൻഡ് ആണ്. അത്യാവശ്യം നല്ല പവറുള്ള ഒരു വാഹനമാണ്. KL 11 രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു കളറും. 2018 മോഡൽ ആസ്റ്റ. 18 ആസ്റ്റ ആണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. പുഷ്പട്ടം 2 എയർ ബാഗ്, അലോയ്സ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നുണ്ടല്ലോ. ഓക്കെ. ഒരുപാട് ഫീച്ചേഴ്സ്. പറഞ്ഞോളൂ. അലോയ് വീല് അല്ല പറഞ്ഞു. ബാക്കി ഇത് ഓട്ടം 42,000 കിലോമീറ്റർ. ഓക്കെ. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. പറഞ്ഞോളൂ എത്ര കൊടുക്കും? ഇത് നമുക്ക് 5,42 കൊടുക്കാം. 5,42,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു i10 ഗ്രാൻഡ് 42,000 കിലോമീറ്റർ ഓടിയ i10 ഗ്രാൻഡ് ആസ്റ്റ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 13 മുതൽ 16 റേഞ്ച് വരെ ആവറേജ് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഈ വില നമുക്ക് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോക്കിയിട്ട് ചെയ്യാലോ. കസ്റ്റമർ വന്നാൽ നിരാശപ്പെടുത്തരുത്. അത്രേ ഉള്ളൂ. കസ്റ്റമർ ഹാപ്പി ആക്കിയിട്ട് ഓടും. ഓക്കെ. അത്രേ ഉള്ളൂ. താല്പര്യം കോൺടാക്ട് ചെയ്യാൻ. കമ്പനി ഹിസ്റ്ററി ഒക്കെ പ്രോപ്പർ ആണോ? കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. എല്ലാം പ്രോപ്പർ സർവീസ് ആണ്. എല്ലാ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഒരു 7 സീറ്റർ വന്നിരിക്കുകയാണ്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷനുള്ള റിനോ ട്രൈബർ ആണ്. പറഞ്ഞോളൂ എങ്ങനെ? 2021 മോഡൽ ഓട്ടോമാറ്റിക് ട്രൈബർ. ഓട്ടോമാറ്റിക് അല്ല, AMT ആണ് വരിക. ഗിയർ ബോക്സ് 1 ലിറ്റർ എഞ്ചിൻ. 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ചെറിയൊരു ഓട്ടോ കൂടുതലുണ്ട്. അത്യാവശ്യം മൈലേജ് ഉണ്ടോ? മൈലേജ് ഉണ്ട്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. എത്ര കിട്ടുന്നുണ്ട്? 16-15. ഓട്ടോമാറ്റിക് അല്ല, അതിൻ്റെ ഒരു കുറവ് ഷോർട്ട് ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ. വേറെ വർക്കൊന്നും ഇല്ലല്ലോ? നിലവിലൊന്നുമില്ല. ക്ലീൻ ആണല്ലോ വണ്ടി. പറഞ്ഞോളൂ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 5,52 കൊടുക്കാം. 5,52,000 രൂപയ്ക്ക് ഒരു 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. 2021 മോഡലുമാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ RXL വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? ഓക്കെ. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലോട്ട് വരാം. അടുത്തൊരു ടിയാഗോ ആണ്. ഓട്ടോമാറ്റിക് ടിയാഗോ. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷനാണ് വരുന്നത്. മലപ്പുറം ജില്ല. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡൽ സിംഗിൾ ഓണർ, 48,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 17-48,000. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. കുറവാണ്. AMT ഗിയർ ബോക്സ് ആണ് വരിക. നമ്മൾ മാനുവൽ ടിയാഗോയിൽ നമുക്ക് ഏകദേശം നമ്മൾ 17 വരെയൊക്കെ മൈലേജ് പറയും. 14 മുതൽ 17 വരെയൊക്കെ. ഇതാകുമ്പോൾ ഒരു 13-16 വരെയൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും അല്ലേ? കിട്ടുന്നുണ്ട് അല്ലേ മൈലേജ്? അതെ. ഫ്രണ്ട് രണ്ടും നല്ല ടയറാണ്. ആവറേജ് ആണ്, കുറവാണ്. ഓക്കെ. നല്ല സീറ്റ് കവേഴ്സും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയിൽ. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് XT ആണ്. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഓപ്ഷൻ A വരുമ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ അത്രയേ ഉള്ളൂ. മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനം തന്നെയാണ്. ഓക്കെ. പറഞ്ഞോളൂ എത്ര? നമുക്കിത് 5,18 കൊടുക്കാം. ഓക്കെ. 5,18,000 രൂപയ്ക്ക് 2017 48,000 കിലോമീറ്റർ ഓടി XT ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം സ്വന്തമാക്കാം. ഒരു 4-4.25 ലോൺ ചെയ്യാം. നമുക്ക് 4.25 ലോൺ ചെയ്യാം. മാക്സിമം അല്ലേ?
മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന 17 നമുക്ക് നോക്കി നല്ല പ്രൊഫൈലാണെങ്കിൽ കൊടുക്കാം. നല്ല പ്രൊഫൈലും കൊടുക്കാം. ഓക്കെ, മാക്സിമം ലോൺ കിട്ടും. 2 ഇയർ വാറണ്ടി ഉണ്ട്. RS ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് കാർ ഓട്ടോമാറ്റിക് കാർ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലേ? അതെ. നമുക്ക് ഇന്നത്തെ അവസാനത്തെ വാഹനം പരിചയപ്പെടാം. ഡാറ്റ്സൺ റേഡിയോ ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? നല്ലൊരു അടിപൊളി വണ്ടിയാണ്. 2019 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 10,000 മാത്രമേ ഓടിയുള്ളൂ അല്ലേ? 10,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഓണർഷിപ്പ് കിടക്കുന്നത്. നല്ല നീറ്റ് വണ്ടി. ചെറിയൊരു ബഡ്ജറ്റൊക്കെ നോക്കുന്ന ആൾക്ക് ഏറ്റവും ബെറ്റർ വണ്ടി. ഏത് ഓപ്ഷൻ വരുന്നത് ഇതിൽ? ഫുള്ളാ? ഇത് ഫുൾ ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണല്ലോ. ഓക്കെ, കമ്പനി സ്റ്റീഡിയോ 1000cc ആണ്. നല്ല മൈലേജ്. 1800 വരുന്നത്. ഇത് 2019 ആയിരിക്കും. 800 ഓട്ടോമാറ്റിക്കലാണ് 1000 വരുന്നത്. അപ്പോൾ ഇത് നല്ല മൈലേജ് ഉള്ളൊരു വാഹനം തന്നെയാണ്. ഓക്കെ, നിസാൻ്റെ സർവീസ് സെൻറ്ററിലാണ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. റെഡിഗോൻ്റെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു വാഹനമാണ് കേട്ടോ. പലർക്കും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ഡാറ്റ്സൺ എന്ന് കേൾക്കുമ്പോൾ. നല്ല അടിപൊളി വണ്ടിയാണ്. വണ്ടിയൊക്കെ അടിപൊളിയാണ്. പിന്നെ റീസെയിൽ വാല്യൂ കുറവാണ്. പിന്നെ ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു വണ്ടിയാണ്. എത്രക്ക് എടുക്കാൻ പറ്റും ഇത്? ഇത് നമുക്ക് 2,40 കൊടുക്കാം. 2019 വാഹനം 2,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 800cc വാഹനമാണ്. 2,40,000 2019. വേറെ ഒരു വണ്ടിയും കിട്ടില്ല ഈ റേഞ്ചിൽ. അതാണ് പറഞ്ഞത്, നല്ലൊരു വണ്ടി. അതാണ് വർഷം. 800cc വണ്ടി വേറെ ഒന്നും കിട്ടത്തില്ല. 800cc ആൾട്ടോ എടുക്കാൻ നോക്കിയാലും കിട്ടില്ല, ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അത്രയും ഫീച്ചേഴ്സും ഉണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, കമ്പനി സ്റ്റീഡിയോ, എല്ലാ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. മാക്സിമം ലോണും കിട്ടുമല്ലോ. ലോൺ അയക്കാനെ തന്നെ 5,100 വരും EMI. ഓക്കെ, ഒരു ബൈക്ക് എടുത്ത പൈസയാവും. ബൈക്കിൻ്റെ EMI വരുന്നുള്ളൂ. വരുള്ളൂ. ഒരു എൻഫീൽഡ് ബൈക്കൊക്കെ നോക്കുന്ന EMI വരുന്നുള്ളൂ. അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനും വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫദീലിനെ ഇവിടെ കാണാൻ പറ്റും. എന്തായാലും ഉണ്ടാവുമല്ലോ. അത്രയുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ലിങ്ക് കയറി ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. വാട്സപ്പ് ചാനൽ വിളിച്ചു കിട്ടാത്തവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടെ. ഇവരുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. വിളിച്ചു കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ബാക്കി റിപ്ലൈ കൊടുക്കുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അല്ലേ? ബൈ. താങ്ക് യു.